Hello guys, girls, kids, buddies and chunks. Very good morning. സിംഗം സിംഗിളാതാൻ വരും. രാവിലെ എന്താ രജനീകാന്ത് ഡയലോഗ് എന്നല്ലേ? ഇന്ന് സിംഗങ്ങളുടെ ദിവസമാണ്, വേൾഡ് ലയൺ ഡേ. ഭയമില്ലായ്മ, ആത്മവിശ്വാസം, നേതൃത്വ ഗുണം, കരുത്ത് ഇവയുടെ ഒക്കെ പ്രതീകമായാണ് കാട്ടിലെ രാജാവായ സിംഹത്തെ കാണുന്നത്. ലയൺ ആറ്റിറ്റ്യൂഡ് എന്ന് സൈക്കോളജിസ്റ്റുകൾ പറയാറുമുണ്ട്. ചുറ്റുപാടും എന്തൊക്കെ കോലാഹലം നടന്നാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ആ കഴിവിനാണ് കുതിരപ്പവൻ. സിനിമാ ഡയലോഗ് പോലെ ഒറ്റയ്ക്ക് നടക്കാനുള്ള കോൺഫിഡൻസ്, ഇതൊക്കെ കണ്ടു പഠിക്കണമെന്ന് പറയുന്നു പല വിദഗ്ധരും. അപ്പോൾ സിംഗക്കുട്ടികളായി മാറാൻ ശ്രമിക്കാമല്ലേ? ഇനി ഹെഡ്ലൈൻസ്. 10-12 പരീക്ഷ എഴുതാൻ 75% ഹാജർ നിർബന്ധമാക്കി CBSE. തുടർച്ചയായി അവധിയെടുക്കുന്ന വിദ്യാർത്ഥികളുടെ വിവരം രക്ഷിതാക്കളെ അറിയിക്കണം. അടിയന്തര മെഡിക്കൽ ആവശ്യങ്ങളുള്ളവർക്കും ദേശീയ രാജ്യാന്തര കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും ഇളവുണ്ടെങ്കിലും മതിയായ രേഖകൾ ഹാജരാക്കാൻ മറക്കരുത്. അനധികൃത അവധിയെടുക്കുന്ന വിദ്യാർത്ഥികളെ നോൺ അറ്റൻഡിംഗ് അഥവാ ഡമ്മി കാൻഡിഡേറ്റ് ആയി പരിഗണിക്കുമെന്നും CBSE. സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ കോളേജുകൾക്ക് UGCയുടെ മുന്നറിയിപ്പ്. വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ട്വിന്നിംഗ്, ഡ്യുവൽ ഡിഗ്രി, ജോയിന്റ് ഡിഗ്രികൾ എന്നിവയുമായി അനുമതിയില്ലാതെ സഹകരിക്കുന്ന കോളേജുകളുടെ ബിരുദ കോഴ്സിന് അംഗീകാരം നൽകില്ല. സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കണമെന്നും UGC. ആധികാരിക വിദേശ പഠനത്തിന് 24 സ്റ്റഡി എബ്രോഡ്. വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ ആധാർ എടുക്കാനും പുതുക്കാനും സൗകര്യം. ആധാർ സേവന കേന്ദ്രങ്ങളുടെ സഹകരണത്തോടെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ബയോമെട്രിക് അപ്ഡേഷൻ സാധ്യമാക്കും. 5 മുതൽ 7 വരെ പ്രായമുള്ള കുട്ടികൾക്ക് സേവനം സൗജന്യം. 15-ാം വയസ്സിൽ 2ാം ഘട്ട അപ്ഡേഷൻ നിർബന്ധം. നമ്മളൊക്കെ ഒരു സ്റ്റാർട്ടപ്പ് ലോകത്താണല്ലോ. മക്കളെ, പഠിച്ചിട്ട് എന്ത് ജോലിക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ജോലിക്കോ ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുവാന്ന് പറയുന്ന കുട്ടികളുടെ കാലമാണ്. ഞങ്ങളുടെ കോളേജിൽ ഗാർഡൻ ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട് എന്നൊക്കെ പറയുന്ന വിദ്യാർത്ഥികളോട് ഞങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടെന്ന് പറയുന്ന പത്തനംതിട്ട മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ വിശേഷങ്ങളിലേക്ക്. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കലാലയങ്ങൾ എന്നും പുത്തൻ വൈജ്ഞാനികതയുടെ നവകേന്ദ്രങ്ങളാണ്. പത്തനംതിട്ട മുസ്ലിയാർ കോളേജിലാണുള്ളത്. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പുതിയ സംരംഭങ്ങൾ, ചില സ്റ്റാർട്ടപ്പ് മിഷനുകൾ പരിചയപ്പെടുകയാണ് ഇന്നത്തെ ലക്ഷ്യം. സംസ്ഥാന സർക്കാർ സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന ആശയം ആലോചിക്കുന്നതിന് മുൻപ് അത് പ്രാവർത്തികമാക്കിയ കലാലയമാണ് പത്തനംതിട്ട മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. 2014 കോളേജിൽ സോളാർ ലൈറ്റ് ആൻഡ് യൂണിറ്റ് ആരംഭിക്കുന്നത്. വിദ്യാർത്ഥികൾ തന്നെയാണ് സോളാർ ലാന്റേൺ യൂണിറ്റുകളുടെ ഡിസൈന് പിന്നിൽ. തുടക്കത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വിതരണമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതില്ല. പ്രകൃതി ദുരന്തം നേരിട്ടവർക്കും വൈദ്യുതിയില്ലാതെ ബുദ്ധിമുട്ടുന്ന പ്രദേശങ്ങളിലുള്ളവർക്കും സോളാർ ലാന്റേൺ സൗജന്യ നിരക്കിൽ നൽകി കനിവുള്ളവരാണ് തങ്ങളെന്ന് തെളിയിക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ. ഇത് ഒന്നാമത് കുട്ടികൾക്ക് ഒരു പ്രവൃത്തി പരിചയം കൊടുക്കുക, രണ്ടാമത് നമുക്ക് ഇത് സമൂഹത്തിന്, പ്രത്യേകിച്ച് ഞങ്ങൾ ഈ സോളാർ കണ്ടുപിടിക്കാൻ കാരണം വൈദ്യുതി എപ്പോഴും ഇല്ല. നമ്മുടെ കേരളത്തിലെ സ്ഥിതി അറിയാമല്ലോ. പിന്നെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കാറ്റും മഴയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒക്കെ ഉള്ളപ്പോൾ പല ഇൻറ്റീരിയർ ഏരിയാസിലും റൂറൽ ഏരിയാസിൽ കറണ്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി നമുക്കത് എങ്ങനെ ഉപയോഗപ്പെടുത്താം. പിന്നെയാണ് ഫ്ലഡും ഒക്കെ വരുന്നത്. വേറൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ 4-5 മണിക്കൂർ പ്രവർത്തിക്കത്തക്ക രീതിയിലുള്ള സോളാർ ലാമ്പുകൾ നമ്മൾ വിതരണം ചെയ്യുകയാണ്, പ്രത്യേകിച്ചും ഫ്ലഡ് അഫക്റ്റഡ് ഏരിയാസിൽ. സീനിയേഴ്സ് നല്ല കിടിലമായി ചെയ്തതാണ്. അത് ഞങ്ങൾ ഇംപ്രവൈസ് ചെയ്യാൻ ശ്രമിക്കുന്നെന്നും ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ പറയുന്നു. സോളാറിൻ്റെ ഔട്ട് ബോഡി ഉണ്ട്, അത് നമ്മൾ പിന്നെ പ്രിന്റഡ് സർക്യൂട്ട് നമ്മൾ തന്നെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ബാറ്ററി, റീചാർജബിൾ ബാറ്ററി, സർക്യൂട്ട്, പിന്നെ ബോഡി നമ്മൾ അസംബിൾ ചെയ്ത് നമ്മൾ സെല് ചെയ്യുന്നു. നമ്മൾ എപ്പോഴും എവിടെയാണ് സ്കോപ്പ് ഉണ്ടെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു വേറൊരു ഫേസിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെറുത്. വേറെയും സ്റ്റാർട്ടപ്പുകൾ കോളേജിലുണ്ട്. പെട്രോൾ, ഡീസൽ ബൈക്കുകൾ ഇലക്ട്രിക് വാഹനങ്ങളാക്കി രൂപകൽപ്പന ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലേക്ക് വരുന്ന മസ്കിനും ടെസ്ലയ്ക്കുമൊക്കെ പിള്ളേര് പണി കൊടുക്കുമോ എന്തോ. ഒന്നിലധികം വണ്ടികൾ രൂപമാറ്റം ചെയ്യുകയും ചെയ്തു. പൊതുനിരത്തുകളിലും മറ്റും ഇത്തരം വണ്ടികൾ ഇറക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണിപ്പോൾ. IC എൻജിൻസ് ഉള്ള വണ്ടികൾ ആ എൻജിൻ മാറ്റി ഇലക്ട്രിക് മോട്ടോർ വെച്ച് കാര്യശേഷിയുള്ള വണ്ടിയായിട്ട് മാറ്റുന്ന രീതികൾ
നമ്മൾ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പരീക്ഷ നടക്കുന്നതിന് 1-2 മോഡലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾ തന്നെ ഫൈനൽ ഇയർ പ്രൊജക്റ്റായിട്ട് ചെയ്യുന്നതാണ്. ക്യാമ്പസിലെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ. KSIDCയുടെ ഉൾപ്പെടെ പിന്തുണയും ഇവരുടെ പ്രവർത്തനങ്ങൾക്കുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ പരീക്ഷണങ്ങളും ഒപ്പം കണ്ടുപിടുത്തങ്ങളും നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ഉണ്ടാകട്ടെ. ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. അപ്പോൾ അടുത്ത ആഴ്ച കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, ബൈ ബൈ, സീ യു. കാണണം.